ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ആധുനിക ലോകം എന്ന പാഠഭാഗമാണ്. സോഷ്യൽ സയൻസിലെ 77ാമത്തെ പേജ് തൊട്ട് കേട്ടോ. ചാപ്റ്റർ തുടങ്ങുന്നത് അധ്യായം 6ആണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? നമ്മുടെ ലോകത്തുണ്ടായിട്ടുള്ള വിവിധ വിപ്ലവങ്ങളും സമരങ്ങളും ഒക്കെയാണ് നമ്മളിതിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച പാഠഭാഗത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു? ഇന്ത്യയിലുള്ള സമരങ്ങളിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരങ്ങൾ നോക്കി. അതുപോലെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സമരങ്ങളും ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, ആധുനിക ലോകത്ത് ഏതൊക്കെ സമരങ്ങൾ വിപ്ലവങ്ങളാണ് നടന്നിട്ടുള്ളത്, ആ കാര്യങ്ങൾ എന്താണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളത് ഒരു സമരമാണത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പലതരത്തിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങളും നടത്തിയിട്ടുണ്ട്. എന്ത്, സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട്, രാജ്യം സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. അമേരിക്കയും എന്താണ്, ഒരു കോളനി ആയിരുന്നു. ബ്രിട്ടൻ്റെ കീഴിലുള്ള കോളനി ആയിരുന്നു എന്ത്, അമേരിക്കയും. അപ്പോൾ അതുപോലെ തന്നെ അമേരിക്കയിൽ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഫസ്റ്റ് നമുക്ക് പറയുന്നത് എന്താണ്, 2011 അമേരിക്കയിൽ നടന്നിട്ടുള്ള ഒരു വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭമാണ്. ആദ്യം തന്നെ നമ്മൾ 77ാമത്തെ പേജിൽ കാണുന്ന ഒരു ഫോട്ടോ കാണുന്നുണ്ട്. അപ്പോൾ അതിലെന്താ പറയുന്നത്, വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭം. ഈ വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭം നടന്നിട്ടുള്ള എങ്ങനെയാണ്, അമേരിക്കയിലുള്ള സാമ്പത്തിക അസമത്വവും അതുപോലെ തന്നെ രാഷ്ട്രീയ അഴിമതി അതിനൊക്കെതിരെ അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കി നടത്തിയിട്ടുള്ള ഒരു പ്രക്ഷോഭമാണെന്ത്, അമേരിക്കയിലെ വാൾ സ്ട്രീറ്റ് പ്രക്ഷോഭം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ എന്ത്, അമേരിക്കക്കാർ പല സമരങ്ങളും നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സമരമാണത്, അഥവാ പ്രക്ഷോഭമാണത് അമേരിക്കയിലെ 13 ഇംഗ്ലീഷ് കോളനികൾ നടത്തിയ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ 13 കോളനികൾ സ്ഥിരതാമസമാക്കിയ ഇംഗ്ലീഷ് കുടിയേറ്റക്കാർ എന്താണ്, മാതൃരാജ്യമായിട്ടുള്ള ബ്രിട്ടനെതിരെ നടത്തിയ സമരമായിരുന്നു എന്ത്, ഈ 13 സമരങ്ങൾ പറയുന്നത്. ഇതിന് പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറഞ്ഞാൽ, വ്യാപാരികൾ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടു കൂടി കോളനിയിൽ നടപ്പാക്കിയ നിയമമാണെന്ത്, മെർക്കന്റിലിസ്റ്റുകൾ അഥവാ കച്ചവട നിയന്ത്രണ നിയമങ്ങൾ. ഇതെന്തായിരുന്നു, അവിടുത്തെ കോളനി നിവാസികൾക്ക് എന്തായിരുന്നു എതിരായിട്ട് വന്നിട്ടുള്ള ഒരു നിയമമായിരുന്നു. കാരണം അതിലുള്ള നിയമങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്ത്, അതൊരിക്കലും കോളനി ജനതകൾക്ക് ഒരു തരത്തിലുള്ള സഹായവും ഉണ്ടാവില്ല. അപ്പോൾ അവിടുത്തെ വ്യാപാരികളും അതുപോലെ തന്നെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് എന്ത്, ഇത്തരത്തിലൊരു നിയമം പാസ്സാക്കുന്നത്. ഇതിൻ്റെ പേരാണെന്ത്, മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. 78ാമത്തെ പേജ് നോക്കട്ടോ. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. ഈ നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് നികുതി നൽകണം. അതുപോലെ തന്നെ രണ്ടാമത്തെ നിയമം എന്താണ്, കോളനികളിൽ നിർമ്മിക്കുന്ന കപ്പലുകളിലോ ബ്രിട്ടീഷ് കപ്പലുകളിലോ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോളനികൾ ഉൽപ്പന്നങ്ങൾ കയറ്റാൻ പാടുള്ളൂ. മൂന്നാമത്തത് പറയുന്നത്, കോളനികളിലെ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും ഇതാണ് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇതാരാ ഉണ്ടാക്കിയത്, കോളനിയിലുള്ള വ്യാപാരികളും അതുപോലെ തന്നെ എന്താണ്, മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ഒരു നിയമം നടപ്പിലാക്കുന്നത്. കോളനി നിവാസികൾക്ക് എന്താണ്, എതിരായിട്ടാണ് ഈ നിയമങ്ങളൊക്കെ വരുന്നത്. ഇതിന് പുറമെ മറ്റൊരു കാര്യം എന്താണ്, ജോൺ ലോക്കിൻ്റെയും അതുപോലെ തന്നെ തോമസ് പെയിനിൻ്റെയും ആശയങ്ങൾ കോളനി നിവാസികൾക്ക് പ്രചോദനമായി. നമ്മൾ പറഞ്ഞു എന്ത്, ഈ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾക്കെതിരെ അവിടുത്തെ ആളുകളും എന്ത് ചെയ്യണം, കോളനി നിവാസികൾ എന്ത് ചെയ്യാണ്, അതിനെതിരെ പ്രതിരോധിക്കുക. കോളനികളുണ്ടായിട്ടുള്ള അവരുടെ പ്രതിനിധികൾ എന്താണ്, ഇതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫിലാഡൽഫിയയിൽ ഒത്തുചേരുക. ബ്രിട്ടനിലെ ഈ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്, കോളനികളുടെ പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ ഒത്തുചേരുകയാണ്. ഈ ഒരു ഇതിനെന്ത് പറയുന്നത്, വൻകര സമ്മേളനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇവർ ഒത്തുകൂടിയിട്ടുള്ള ഫിലാഡൽഫിയയിൽ ഒത്തുകൂടിയിട്ടുള്ള ഇതിനാണെന്ത്, വൻകര സമ്മേളനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും 3 വൻകര സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റത്തെ പറഞ്ഞത് 1-ാം വൻകര സമ്മേളനം. ഈ 1-ാം വൻകര സമ്മേളനം നടന്നിട്ടുള്ളത് 1774 ഇതിൽ പ്രധാനമായിട്ടുള്ള നയം എന്തായിരുന്നു, വ്യാപാര നിയന്ത്രണം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷ് രാജാവിന് നിവേദനം സമർപ്പിച്ചു. അത് 1-ാമത്തെ വൻകര സമ്മേളനത്തിൽ നടന്നിട്ടുള്ളതാണ്. പിന്നെ അടുത്ത് 2-ാം വൻകര സമ്മേളനത്തിന് എന്താണ്, 1775 നടന്നിട്ടുള്ളത്. ജോർജ് വാഷിങ്ടണിനെ കോളനികളുടെ സൈനിക തലവനായിട്ട് തെരഞ്ഞെടുത്തു. പിന്നെ അടുത്ത് പറയുന്നത് 3-ാം വൻകര സമ്മേളനം. ഇത് 1776 ഇത് എന്താണ്, സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തി. ഇതാണ് പ്രധാനപ്പെട്ട 3 വൻകര സമ്മേളനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെന്താ, സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടു കൂടി ബ്രിട്ടനും കോളനികളും തമ്മിൽ നിന്ന് ആരംഭിച്ച യുദ്ധം 1781 അവസാനിക്കുക. അതുവരെ എന്താണ്, ബ്രിട്ടനും കോളനികളും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു. പിന്നെ അതെന്ന് ഈ യുദ്ധത്തിൽ ആര് ജയിക്കുകയാണ്, അമേരിക്കക്കാർ ബ്രിട്ടനെ പരാജയപ്പെടുത്തുകയും അമേരിക്കക്കാർ വിജയിക്കുകയാണ് ചെയ്യുന്നത്.
എന്നാൽ 1783 പാരീസ് ഉടമ്പടിയോടുകൂടി ആണെന്ത് ബ്രിട്ടൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ 1751 യുദ്ധം അവസാനിച്ചിട്ടുണ്ടെങ്കിലും ബ്രിട്ടൻ എന്ത് ചെയ്തിട്ടില്ല, അപ്പോൾ ആർക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല, ആരുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചിട്ടില്ല, അമേരിക്കൻ കോളനികളിലെ സ്വാതന്ത്ര്യം അംഗീകരിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. 1783 പാരീസ് ഉടമ്പടിയോട് കൂടിയിട്ടാണ് എന്ത് ബ്രിട്ടൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചിട്ടുള്ളത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോകത്തെ സ്വാധീനിച്ചത് ഏതൊക്കെ രീതിയിലാണ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ അമേരിക്കൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഫലങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് ലോകത്തെ സ്വാധീനിച്ചിട്ടുള്ളത്, അപ്പോൾ അതാണ് താഴെ പറയുന്നത്. എന്താണ് പിൽക്കാല വിപ്ലവങ്ങൾക്ക് പ്രചോദനം നൽകി. അപ്പോൾ എന്താ വെച്ചാൽ മറ്റ് രാജ്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ രാജ്യങ്ങളിൽ എന്തുണ്ട് കോളനികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങൾക്ക് എന്താണ് ഒരു പ്രചോദനമായിട്ട് എന്ത് പറയണം, അമേരിക്കൻ വിപ്ലവം മാറണം. പിൽക്കാല വിപ്ലവങ്ങൾക്ക് പ്രചോദനം നൽകി. ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം രൂപം കൊണ്ടു. ലിഖിത ഭരണഘടനയ്ക്ക് തുടക്കമായി. ലിഖിത ഭരണഘടന എന്താണ്, എഴുതപ്പെട്ടൊരു ഭരണഘടന ഒരു രാജ്യത്തിന് വേണം എന്നുള്ളൊരു ആശയം വരികയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത എന്താണ് റിപ്പബ്ലിക്കൻ ഭരണരീതിക്ക് മാതൃകയായി. ഇതൊക്കെയാണ് എന്ത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലങ്ങളായിട്ട് പറയുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതുപോലെ പുതിയ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിലും എന്ത് താഴെ കമൻസിൽ പറയൂ. Okay, thank you.